ഹായ് കൂട്ടുകാരെ, മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം. ഭൂഭാരം ഇല്ലാതാക്കാൻ അവതാരങ്ങൾ ജന്മം കൊണ്ടു. ബ്രഹ്മാവിൻ്റെ വലതു കൈവിരലിൽ നിന്നും ഇടത് കൈവിരലിൽ നിന്നും ദക്ഷപ്രജാപതിയും വീരാണിയും ഉണ്ടായി. ദക്ഷപ്രജാപതി 13 മക്കളെ കശ്യപ മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അവരെ നമ്മൾ പരിചയപ്പെട്ടു, അവരുടെ മക്കളെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞ ഭാഗത്ത്. ധാതാവും വിധാതാവും, അങ്ങനെയും ബ്രഹ്മാവിന് 2 പുത്രന്മാർ ഉണ്ട്. ബ്രഹ്മാവിന് മനു എന്ന പുത്രനുണ്ടായി. മനുവിൽ നിന്നാണ് മനുഷ്യവർഗം ഉണ്ടായത്. മനുവിൻ്റെ മകനായി പ്രജാപതിയും, പ്രജാപതിക്ക് 8 വസുക്കളും മക്കളായി പിറന്നു. അവർ അഷ്ടവസുക്കൾ എന്ന് അറിയപ്പെട്ടു. 8 വസുക്കളായി ജനിച്ചത് ധരൻ, ദ്രുമൻ, അനിലൻ, അനലൻ, അഹൻ, പ്രത്യശൻ, പ്രഭാസൻ. ഇങ്ങനെയാണ് ആ അഷ്ടവസുക്കൾ ഉണ്ടായത്. അഷ്ടവസുക്കൾക്ക് പുത്രന്മാരുണ്ടായി. ഇതിൽ 8ാമത്തവനായ പ്രഭാസന് ഉണ്ടായ കുട്ടിയാണ് ദേവശില്പിയായ വിശ്വകർമാവ്. ദേവന്മാരുടെ വിമാനവും ആഭരണങ്ങളും ഒക്കെ ഉണ്ടാക്കുകയാണ് വിശ്വകർമാവിൻ്റെ ജോലി. സൂര്യന് തൻ്റെ പത്നി ബഡവയിൽ അശ്വിനി കുമാരന്മാർ ജനിച്ചു. പിന്നീട് 33 ദേവതകൾ ഉണ്ടായി. ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഭൃഗു മഹർഷി ഉണ്ടായത്. ഭൃഗു മഹർഷിക്ക് 2 പുത്രന്മാരുണ്ടായി. അതിൽ ഒരാൾ ശുക്രാചാര്യരും 2ാമത്തെയാൾ ച്യവന മഹർഷിയും ആയിരുന്നു. ച്യവന മഹർഷി മാതാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഗർഭത്തിൽ നിന്നും നേരത്തെ തന്നെ പുറത്തു വന്ന ആളാണ്. ഭൃഗു മഹർഷിയുടെ 2 പുത്രന്മാരായ ശുക്രാചാര്യരും ച്യവന മഹർഷിയും. ശുക്രാചാര്യൻ അസുരന്മാരുടെ ആചാര്യനാവുകയും ച്യവന മഹർഷി അരുണിയെ കല്യാണം കഴിച്ചു. അരുണിയിൽ ച്യവന മഹർഷിക്ക് ഒരു കുട്ടിയുണ്ടായി. അത് ഔർവൻ ആയിരുന്നു. ഔർവന് വീണ്ടും ഒരു പുത്രനുണ്ടായി. അവനാണ് ഋജീകൻ. ഋജീകന് ഒരു പുത്രനുണ്ടായി. അദ്ദേഹം ജമദഗ്നി മഹർഷിയായിരുന്നു. ജമദഗ്നി മഹർഷിക്ക് 4 പുത്രന്മാരുണ്ടായി. 4ാമത്തെ പുത്രനാണ് പരശുരാമൻ. അത് വിഷ്ണുവിൻ്റെ അവതാരമായിരുന്നു. കാലനേമിയാണ് കംസനായി ജനിച്ചത്. അശ്വത്ഥമാവിന് കുറേ പേരുടെ അംശം ലഭിച്ചിട്ടുണ്ട്. അത് മഹാദേവൻ, യമൻ, കാലൻ, ക്രോധൻ, ഇത്രയും പേരുടെ അംശമാണ് അശ്വത്ഥമാവ്. അതേപോലെ അഷ്ടവസുക്കൾ ഗംഗയുടെ പുത്രന്മാരാവുകയും അവർ ജനിച്ച ഉടനെ നദിയിൽ തന്നെ വലിച്ചെറിയപ്പെടുകയും 8ാമത്തെ അഷ്ടവസുക്കളിൽ 8ാമത്തെ ആള് ഭീഷ്മരായി ജീവിക്കുകയും ചെയ്തു. കൃപാചാര്യരായി ജനിച്ചത് രുദ്രനാണ്. അതേപോലെ ദ്വാപരൻ ശകുനിയായിട്ടാണ് ജനിച്ചത്. ദേവദാനവന്മാരുടെ അംശാവതാരങ്ങൾ പിന്നീട് ഉണ്ടായി. മഹാഭാരതത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ആരൊക്കെയായി ജനിച്ചുവെന്ന്. കുറച്ചു പേരുടെ പേര് പറയാം. വിപ്രജിത്ത് ജരാസന്ധനായി ജനിച്ചു. അതുപോലെ ഹിരണ്യകശിപു ശിശുപാലനായി ജനിച്ചു. സംഹ്ലാദൻ ശല്യരായി അവതരിച്ചു. അനുഹ്ലാദൻ ദൃഷ്ടകേതുവായി അവതരിച്ചു. ഹംസന്റെ അനുജനാണ് പാണ്ഡു ആയി അവതരിച്ചത്. ധർമ്മൻ വിതുരരായി പിറന്നു. ഹംസൻ എന്ന ഗന്ധർവനാണ് ധൃതരാഷ്ട്രർ. അതുപോലെ കലിപുരുഷനായിട്ട് ദുര്യോധനനും ജനിച്ചു. പുലസ്ത്യ സന്താനങ്ങളാണ് കൗരവരായി പിറന്നത്. അതുപോലെ ചന്ദ്രപുത്രൻ വർച്ചസാണ് അഭിമന്യുവായിട്ട് ജനിച്ചത്. ചന്ദ്രന് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ അഭിമന്യു നേരത്തെ മരണം വരിക്കുമെന്നും തിരിച്ചു വരുമെന്നും അറിഞ്ഞതുകൊണ്ടാണ് ചന്ദ്രൻ അവനെ ഭൂമിയിലേക്ക് അഭിമന്യുവിൻ്റെ രൂപത്തിൽ അയച്ചത്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായി ശ്രീകൃഷ്ണൻ പിറന്നു. രുക്മിണി മഹാലക്ഷ്മി ആയിരുന്നു. മഹാലക്ഷ്മിയാണ് രുക്മിണിയായി പിറന്നത്. അനന്തൻ, അതായത് ശേഷനാഗം, ബലരാമനായും അവതരിച്ചു. ത്രിപദപുത്രിയായി ദ്രൗപദി പിറന്നു. അവർ ഇന്ദ്രാണിയായിരുന്നു. ഇന്ദ്രാണിയുടെ അംശമായിരുന്നു. അതേപോലെ സിദ്ധി, ധൃതി എന്നിവർ കുന്തിയും മാദ്രിയുമായി ജനിച്ചു. അങ്ങനെ അസുരന്മാരും ദേവന്മാരും ഒക്കെ മനുഷ്യരൂപം പൂണ്ട് ഭൂമിയിൽ അവതരിച്ചു. ഇനിയാണ് മഹാഭാരത കഥ തുടങ്ങുന്നത്. ഇനി മഹാഭാരതത്തിലെ പാണ്ഡവരുടെ അമ്മയെ പരിചയപ്പെടുത്താം. കുന്തിദേവി. ശൂരസേനൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 മക്കളായിരുന്നു, വസുദേവരും പൃഥയും. വസുദേവർ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛൻ. പൃഥ അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്മായിയാണ്.
പൃഥ ആ കൊട്ടാരത്തിൽ കഴിഞ്ഞു വരവേ ഒരു ദിവസം ദുർവാസാവു മഹർഷി അതുവഴി വന്നു. നല്ലപോലെ സ്വീകരിച്ചിരുത്തി പൃഥ. ദുർവാസാവിന് സന്തോഷമായി. ഇഷ്ടമുള്ളൊരു വരം ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ പൃഥ പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ള ഒരു ഭർത്താവിൽ നിന്നും കുട്ടികളെ ആവശ്യമാണ്, ഒരു കുട്ടിയെ ആവശ്യമാണ്. ഇഷ്ടമുള്ള ആളെ നിനക്ക് സ്വീകരിക്കാം, അവർ നിനക്ക് ഭർത്താവായി വന്നിരിക്കും. ദുർവാസാവ് അനുഗ്രഹിച്ചു പോയി. കുന്തിഭോജൻ എന്നൊരു രാജാവുണ്ട്. ഇവരുടെ ബന്ധു തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് മക്കളുണ്ടാവില്ല. കുന്തിഭോജന് നമ്മുടെ ശൂരസേന രാജാവ് പൃഥയെ മകളായി കൊടുത്തു. കുന്തിഭോജന്റെ മകളായതുകൊണ്ട് ആ മകൾക്ക് പൃഥയ്ക്ക് കുന്തി എന്ന പേരുണ്ടായി. കുന്തി അങ്ങനെ ഒരു ദിവസം വരം പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ആകാശത്തേക്ക് നോക്കിയപ്പോൾ തിളങ്ങി നിൽക്കുകയാണ് നമ്മുടെ സൂര്യഭഗവാൻ. ഭഗവാനെ വിളിച്ചു, എനിക്ക് അങ്ങയിൽ നിന്നും ഒരു പുത്രൻ ഉണ്ടാവണം. വന്നില്ലേ ഭഗവാൻ. വന്ന് കുന്തിദേവിയുമായി സംഗമിച്ച് അവർക്കൊരു പുത്രനുണ്ടായി. അവനാണ് കർണൻ. പക്ഷേ കന്യകയായ കുന്തിക്കൊരു കുട്ടി ഉണ്ടായാൽ അവളെ ആര് വിവാഹം ചെയ്യും? കുടുംബത്തിനൊക്കെ നാണക്കേടല്ലേ. കുട്ടിയെ അവൾ ഒരു നദിയിൽ ഒഴുക്കാൻ തീരുമാനിച്ചു. കുട്ടി ജനിച്ച ഉടനെ തന്നെ കുന്തി അതിനെ ഒരു കുട്ടയിലാക്കി അശ്വനദിയിൽ ഒഴുക്കി വിട്ടു. അത് ഒഴുകി ഒഴുകി അതിരഥന് കിട്ടി. അതിരഥനും രാധയും കൂടെ ആ കുട്ടിയെ വളർത്തി. അവനാണ് വീരശൂര പരാക്രമിയായ ദുര്യോധനന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായ കർണൻ. കർണൻ അങ്ങനെ വളർന്നു. പക്ഷേ കർണൻ ജനിക്കുമ്പോൾ തന്നെ ഉള്ള കവചകുണ്ടലങ്ങൾ അവനെ ഒരാൾക്കും അസ്ത്രവിദ്യയിൽ തോൽപ്പിക്കാൻ കഴിയാത്ത വിധം സൂര്യൻ നൽകിയ വരദാനമാണ്. കവചകുണ്ടലങ്ങളോടുകൂടിയാണ് ആ കുട്ടി ജനിച്ചിരിക്കുന്നത്. ഇന്ദ്രന്റെ പുത്രനാണ് അർജുനൻ. അതിനി പറയാൻ പോകുകയാണ് ഞാൻ. അപ്പോൾ അർജുനൻ യുദ്ധത്തിൽ കൊല്ലപ്പെടുമോ കർണനാൽ എന്ന് പേടിച്ച് നമ്മുടെ ഇന്ദ്രൻ പതുക്കെ വന്ന് കർണനോട് ആ കവചകുണ്ടലങ്ങൾ വാങ്ങിപ്പോയി. ദാനം ചെയ്യാൻ കർണനെ കഴിഞ്ഞേ ഉള്ളൂ. ബാക്കി എല്ലാവരും എന്തു ചോദിച്ചാലും ജീവനാണെങ്കിലും കൊടുക്കും കർണൻ. ഇന്ദ്രൻ ചോദിച്ചു, തൻ്റെ മകനായ അർജുനനെ രക്ഷിക്കാൻ വേണ്ടി, കവചകുണ്ടലങ്ങൾ എനിക്കിനി തരണം. ഞാനൊരു ബ്രാഹ്മണനായി വന്നിരിക്കുകയാണ്, നീ ചോദിച്ചാൽ തരണം. കൊടുത്തതും ഇന്ദ്രൻ അതും കൊണ്ടുപോയി. സന്തോഷിച്ച ഇന്ദ്രൻ കർണനൊരു വേല് സമ്മാനമായി നൽകുകയും ചെയ്തു. ആ വേൽ കിട്ടിയ ശേഷം കർണൻ വൈകർത്തനൻ എന്ന പേരിൽ അറിയപ്പെട്ടു. വസുഷേണൻ എന്നും അറിയപ്പെട്ടു. അങ്ങനെ ദേവന്മാരും അസുരന്മാരും ഒക്കെ ഭൂമിയിൽ മനുഷ്യാവതാരം പൂണ്ടു. പുരുവംശത്തിലെ മഹാതേജസ്വിയും പ്രതിഭാശാലിയുമായിരുന്ന രാജാവായിരുന്നു ദുഷ്യന്തൻ. ഒരു ദിവസം നായാട്ടിന് അദ്ദേഹം ഇറങ്ങുകയും അതിസുന്ദരിയായ ഒരു യുവതിയെ കാണുകയും ചെയ്തു, ഒരാശ്രമത്തിൽ വെച്ച്. അത് കണ്ണു മഹർഷിയുടെ ആശ്രമമായിരുന്നു. അവിടെ ദുർവാസാവ് മഹർഷിക്കും മേനക എന്ന അപ്സരസിനും ഉണ്ടായ കുട്ടി ശകുന്തളയെ കാണാനിടയായി. രാജാവിന് ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു. ഒരു കുട്ടിയുണ്ടായി, സർവദമനൻ. ഭയങ്കര കഴിവുള്ള ബലവാനായ ഒരു കുട്ടിയായിരുന്നു അവൻ. രാജാവ് ഒരു മോതിരം കൊടുത്തു. എന്നെ നീ മറക്കരുത്, നീ ഈ മോതിരം ഇട്ടുകൊണ്ട് കൊട്ടാരത്തിൽ വരണം, അപ്പോൾ ഞാൻ നിന്നെ പത്നിയായി സ്വീകരിച്ചു കൊള്ളാം. കുളിക്കുമ്പോൾ മോതിരം പോയി. പിന്നെ എങ്ങനെ രാജാവിന് ഓർമ്മയുണ്ടാവുക? കാലങ്ങൾ കഴിഞ്ഞു. ഇവളൊരു കുട്ടിയെ പ്രസവിച്ചു. ആ കുട്ടിയാണ് സർവദമനൻ. അവനെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയി. രാജാവിന് മറന്നുപോയി, ഈ മോതിരമില്ലല്ലോ, മറന്നുപോയി. രാജാവ് പറയും, നീ എൻ്റെ ഭാര്യയല്ല, ഇതെൻ്റെ കുട്ടിയല്ല. അങ്ങനെ അവള് പറഞ്ഞു, ഈ കുട്ടിയെ അങ്ങ് വളർത്തണം, മിടുക്കനാണ്, ഒരു പുത്രൻ, നല്ലൊരു പുത്രനാണ് എന്നൊക്കെ പറഞ്ഞ് ഇവൾ തിരിച്ചു പോകാൻ നേരത്ത് ദേവലോകത്തിൽ നിന്നും അശരീരി ഉണ്ടായി. ദുഷ്യന്ത, ഇത് നിന്റെ ഭാര്യ ശകുന്തള തന്നെയാണ്, ഇത് നിന്റെ പുത്രനാണ്. അപ്പോൾ നമ്മുടെ ദുഷ്യന്തൻ പറയും, എനിക്കത് അറിയാമായിരുന്നെങ്കിലും ഞാനത് ഈ ജനങ്ങളുടെ മുന്നിൽ ഞാൻ എങ്ങനെ ഇതെൻ്റെ പത്നിയാണെന്ന് പറയും? അവർക്ക് വിശ്വാസം വേണ്ടേ? അപ്പം എന്തായാലും ദേവ അശരീരി ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പത്നിയെ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ ദുഷ്യന്തൻ ശകുന്തളയെ സ്വീകരിക്കുകയും പുത്രനായ ഭരതനെ ആ രാജ്യം ഏൽപ്പിക്കുകയും ചെയ്തു. ഭരതൻ ഭരിച്ച രാജ്യമാണ് ഭാരതം. പിന്നീട് 3 വംശമുണ്ടായി: ഭരതവംശം, പുരുവംശം, കുരുവംശം. ഭാര്യയെ
പതിവ്രതയായ ശകുന്തളയെ തള്ളിപ്പറഞ്ഞ ദുഷ്യന്തനോട് ഭാര്യയുടെ കടമകളും ഭർത്താവിൻ്റെ കടമകളും വിശദമായി തന്നെ മഹാഭാരത ഗ്രന്ഥത്തിൽ ശകുന്തള വിവരിക്കുന്നുണ്ട്, കൊട്ടാരത്തിൽ ജനങ്ങളുടെ മുന്നിൽ വെച്ച്. അതിൽ ദുഷ്യന്തന് മനസ്സു മാറി. ഭാര്യയുടെ കടമകളും പതിവ്രതയായ അവളുടെ സഹനങ്ങളും ദുഷ്യന്തൻ മനസ്സിലാക്കി. അതെല്ലാം വിശദമായി മഹാഭാരത ഗ്രന്ഥത്തിൽ നിങ്ങൾ വായിക്കുക. അതിത്രയേ ഉള്ളൂ. ഒരു പുരുഷൻ എന്നാൽ പൂർണ്ണമാകുന്നത് പത്നിയും കൂടെ ചേരുമ്പോഴാണ്. അതേപോലെ പത്നിക്ക് ഒരുപാട് കടമകളുണ്ട്. ആ കടമകളിൽ അവൾ ഭർത്താവിനെ അതിയായി സ്നേഹിച്ചുകൊണ്ട് ജീവിതാവസാനം വരെ അവനെ പൂജിച്ചുകൊണ്ട് അവൻ്റെ ഒപ്പം കഴിയുന്നു. അവളെ വിലമതിക്കണം ഭർത്താവായ പുരുഷൻ എന്നത്രേ. ശുക്രാചാര്യൻ എന്ന അസുരന്മാരുടെ ഗുരുവിന് പുത്രിയുണ്ടായി, ദേവയാനി. ശുക്രാചാര്യർക്ക് സഞ്ജീവനി വിദ്യ അറിയാം, അതായത് മരിച്ചവരെ ജീവിപ്പിക്കാൻ അറിയാം. ദേവന്മാരുടെ എണ്ണം കുറഞ്ഞപ്പോൾ ദേവന്മാർ പറഞ്ഞു, ശുക്രാചാര്യരിൽ നിന്നും നമുക്ക് സഞ്ജീവനി വിദ്യ പഠിച്ചു വരാൻ വേണ്ടി ഒരാളെ അയക്കാം. അത് കജനായിരുന്നു. കജനെ അങ്ങോട്ടേക്ക് അയച്ചു, ദേവലോകത്തു നിന്നും അയച്ചു. കജൻ ആരായിരുന്നെന്നറിയാമോ? ദേവന്മാരുടെ പുരോഹിതനായ ബൃഹസ്പതിയുടെ പുത്രനായിരുന്നു കജൻ. അങ്ങനെ കജൻ ശുക്രാചാര്യരുടെ ആശ്രമത്തിൽ വരികയും സഞ്ജീവനി വിദ്യ പഠിക്കാൻ വേണ്ടി ശിഷ്യനാവുകയും ചെയ്തു. ഇത് തിരിച്ചറിഞ്ഞ അസുരന്മാർ കജനെ വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി കിണറ്റിലിട്ടു. ദേവയാനിക്ക് കജനെ പിരിഞ്ഞിരിക്കാൻ വയ്യ. ദേവയാനി അച്ഛനോട് പറയും, കജനെ ജീവിപ്പിക്കണമെന്ന്. ഉടനെ തന്നെ സഞ്ജീവനി വിദ്യ പ്രയോഗിച്ചു. കജൻ ജീവിച്ചു വന്നു. വീണ്ടും കജനെ അവർ വെട്ടിനുറുക്കി ഇട്ടു, ചെന്നായ്ക്കൾക്ക് ഇട്ടുകൊടുത്തു. വീണ്ടും ദേവയാനി യാചിച്ചതനുസരിച്ച് ചെന്നായ്ക്കളുടെ വയറ്റിൽ നിന്നും കജനെ ഒരു കൂട്ടി വീണ്ടും ജന്മം കൊടുത്തു ശുക്രാചാര്യർ. ഇതിൽ ദേഷ്യപ്പെട്ട അസുരന്മാർ വീണ്ടും കജനെ വെട്ടിനുറുക്കി കത്തിച്ചു ഭസ്മമാക്കി ശുക്രാചാര്യർക്ക് വെള്ളത്തിൽ കലക്കി കൊടുത്തു. ശുക്രാചാര്യർ കുടിച്ചു. ശുക്രാചാര്യരുടെ വയറ്റിന്റെ ഉള്ളിലായി കജൻ. ദേവയാനി വീണ്ടും കരഞ്ഞു. പുത്രിയല്ലേ, എന്ത് ചോദിച്ചാലും അച്ഛൻ ശുക്രാചാര്യൻ കൊടുത്തിരിക്കും. കരഞ്ഞതനുസരിച്ച് അച്ഛൻ്റെ വയറ്റിൽ നിന്നും വയറ് പിളർന്നു വേണം കജൻ പുറത്തേക്ക് വരാൻ. അപ്പം അച്ഛൻ മരിക്കും. ആകെ സങ്കടത്തിലായി ദേവയാനി. അപ്പം ദേവയാനി പറയും, അച്ഛാ, നമ്മുടെ കജൻ പുറത്തു വന്നിട്ട് അച്ഛനെ ജീവിപ്പിക്കണം. അപ്പോൾ കജന് സഞ്ജീവനി വിദ്യ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ വയറ്റിൻ്റെ ഉള്ളിൽ നിന്നും കജൻ അത് പഠിച്ചു. വയറ് കീറി കജൻ പുറത്തു വന്നു. ശുക്രാചാര്യർ മരിച്ചു. സഞ്ജീവനി വിദ്യ പറഞ്ഞു. ശുക്രാചാര്യൻ വീണ്ടും ജീവനോടെ തിരിച്ചു വന്നു. സഞ്ജീവനി വിദ്യ കിട്ടിയപ്പോൾ കജൻ ബൃഹസ്പതിയുടെ അടുത്തേക്ക് ദേവലോകത്തേക്ക് പോയി ദേവന്മാരെയൊക്കെ മരിച്ചുപോയവരെയൊക്കെ ജീവിപ്പിക്കാൻ വേണ്ടി പോവാൻ തീരുമാനിച്ചു. അപ്പോൾ ദേവയാനി പറഞ്ഞു, പോവരുത്, എന്നെ നിങ്ങൾ കല്യാണം കഴിക്കണം, എനിക്ക് നിങ്ങളോട് പ്രേമമാണ്. അപ്പോൾ കജൻ പറഞ്ഞു, നിന്റെ അച്ഛൻ്റെ വയറ്റിൽ നിന്ന് ഞാൻ ജനിച്ചപ്പോൾ നിന്റെ അച്ഛൻ എൻ്റെ അമ്മയായി, നീ എൻ്റെ പെങ്ങളുമായി, നിന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. ദുഃഖിതയായി ദേവയാനി. കജൻ അങ്ങനെ അവളെ സമാധാനിപ്പിച്ച് ദേവലോകത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് ദേവയാനിയെ യയാതി എന്ന രാജാവ് കല്യാണം കഴിച്ചു. അവളുടെ അനിയത്തി ശർമ്മിഷ്ഠയെയും കൂടി കല്യാണം കഴിച്ചു. മഹാഭാരത കഥ തുടരും. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ.